അധ്വാനിച്ചവരുൾപ്പെടെ തൊഴിലിടങ്ങളുൾപ്പെടെ ഇതിനുവേണ്ടി ഫണ്ട് സമാഹരിച്ചവരുൾപ്പെടെ ഏറ്റവും വലിയായിട്ട് അതിലുള്ള അധ്യക്ഷരും നമ്മുടെ ഗ്രാമത്തിലെ മാനേജർമാരെ എല്ലാവരും വളരെ പ്രധാനമായിട്ട് സഹകരിച്ചതിന്റെ പ്രകാശമേ വെളിച്ചം തരേണമേ വെളിച്ചം തരേണമേ നിത്യമാം പ്രകാശമേ വെളിച്ചം തരേണമേ സഹോദരങ്ങളെ മാതാവിന്റെ പ്രദേശത്തിലെ മക്കളെ പാപിയോടുള്ള അബദ്ധം വഴങ്ങരുത് അവരുടെ വഴിയിൽ കേൾക്കണമേ സ്വർഗപിതാവാം സകലേശ ദിവ്യരക്ഷകനാം മിശിഹായി ദിവ്യാനുഗ്രഹമേകണമേ മധ്യകുലത്തിൻ രക്ഷകനെ ദിവ്യവനെ നരനെ തേടിയണഞ്ഞവനെ കനിവു നിറഞ്ഞൊരു നല്ലിടയ പാപം പൂട്ടിയ നാഗത്തിൻ പാവനവാതി തുറന്നവനെ മാനവനാശ കാട്ടിടുവാൻ അറിവിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടത്തപ്പെടുന്ന വിളംബരജാഥ ഈ വാഹനത്തിന്റെ പിന്നാലെ കടന്നു വരികയാണ്. മാനേജ്മെന്റിൽ പ്രവർത്തിക്കുന്ന ഈ മഹനീയ സ്ഥാപനം ജാതിമത വേദനയിൽ അറിവിന്റെ നാരായണങ്ങൾ തുറന്നു കൊടുക്കുകയാണ്. ഇവിടെ പൂവണിയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളാണ്. ഇവിടെ വിടുന്നത് ഉൾക്കാലമാണ്. ചരിത്രം തീർന്ന മണ്ണൻകുരുക്ക് വികസനത്തിന്റെ പുതിയ അത്യാധുനിക രീതിയിലുള്ള പുതിയ കെട്ടിടത്തിൽ അധ്യയനത്തിലേക്ക് ചുവടുവെക്കുന്നു. നാട്ടുകാർ
എല്ലാ നാട്ടുകാരെയും മണ്ണന്തുരുത്ത് സെയിന്റ് ജോസഫ് LP സ്കൂളിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന വിളംബര നാട്ടുകാരുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ കൊണ്ടും ഏജൻസിയുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ കൊണ്ടും 104 വർഷത്തെ ചരിത്രം വിളംബര ജാഥയാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ഈ സമരത്തിലേക്ക് കടന്നുവന്ന ഓരോരുത്തരും എന്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാ
നിറയും വെളിച്ചമേ എൻ്റെ ഉള്ളിൽ കൃപ ചൊരിയണമേ എൻ്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. അച്ഛൻ പഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി കൊച്ചറാണി, ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് യേശുദാസ് പുറപ്പള്ളി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, സ്കൂളിന് പുതിയ ഊർജം പകർന്നു നൽകിയിട്ടുള്ള നമ്മുടെ ഹെഡ് മാസ്റ്റർ ആൽഫി, PTA പ്രതിനിധികൾ, സിസ്റ്റേഴ്സ്, അധ്യാപകർ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ. ഞാൻ രണ്ടാമത്തെ വരവാണ്. നേരത്തെ വാർഷികാഘോഷ പരിപാടിക്ക് അലക്സറ്റൻ വിളിച്ചപ്പോൾ വന്നിരുന്നു. അലക്സറ്റൻ മാനേജരായിട്ടുള്ള സ്കൂളിൽ ഞാൻ നോക്കിയപ്പോൾ 4ാമത്തെ വരവാണ്. ഓളനാട് പിന്നെ അദ്ദേഹം ഞാൻ നേരത്തെ 2 പരിപാടി അവിടെ പങ്കെടുത്തു. അദ്ദേഹം പറഞ്ഞ പോലെ ദീർഘകാലമായി അദ്ദേഹവുമായി ഏറെ അടുപ്പമുണ്ട്. പ്രത്യേകിച്ചും മനുഷ്യനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വളരെ നല്ല രീതിയിലുള്ള എല്ലാ ഇടപെടലുകളും അദ്ദേഹം ഒപ്പം നൽകാറുണ്ട്. അതാണ് അദ്ദേഹം സൂചിപ്പിച്ച കാര്യങ്ങൾ. പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ ഒടുവിലത്തെ പ്രസംഗത്തിൽ പറഞ്ഞു, ദൈവം ഒന്നേ ഉള്ളൂ, അതിലേക്കുള്ള വഴികൾ മാത്രമാണ് വിവിധ മതങ്ങൾ. വളരെ അർത്ഥവത്തായ ഒരു നിരീക്ഷണമാണ്. തൻ്റെ മതം മാത്രമാണ് ശരി, തൻ്റെ മതം മാത്രമാണ് ദൈവത്തിലേക്കുള്ള വഴി, തൻ്റെ മതം മാത്രം മതി എന്ന ചിന്ത ഇവിടെയും രാജ്യത്തും ലോകത്തും പല തലങ്ങളിൽ ശക്തിപ്പെടുമ്പോഴാണ് പോപ്പ് ഫ്രാൻസിസ് വളരെ പ്രസക്തമായ ഈ നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. വഴികൾ വ്യത്യസ്തമാണ്, ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. വിശ്വാസമല്ലാത്തവരെയും താൻ ബഹുമാനിക്കുന്നു എന്ന് അദ്ദേഹം കൂട്ടത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അത്രമാത്രം അതിവിപുലമായ മാനവികതയാണ് പോപ്പ് ഫ്രാൻസിസ് തൻ്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അലക്സത്തിനെ പോലുള്ള ആളുകൾ പ്രവൃത്തിയിൽ അത് പിന്തുടരാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. നേരത്തെ തോമസ് അങ്ങേരുമായലച്ചൻ പറഞ്ഞ അതുപോലെ ഞാൻ ഇരിങ്ങാലക്കുട ബിഷപ്പ് പോസ്റ്റിൽ എൻ്റെ ശരിക്കും ഒരു രൂപത അതാണ്. തറവാട് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ സ്ഥലം മേലൂരായതുകൊണ്ട് നമ്മുടെ രൂപത അതാണ്. അപ്പം അങ്ങനെ ഇടയ്ക്ക് ഓടി പോകുമ്പോൾ വെയിൽ മറക്കരുതല്ലോ, അവിടെ ഒന്ന് കയറും. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് 116 അധ്യാപകർ 16 വർഷം മുതൽ ഇങ്ങോട്ട് ശമ്പളമില്ലാതെ ജോലി ചെയ്യാം. അപ്പോൾ അവിടെ വെച്ച് തന്നെ ശിവൻകുട്ടി മിനിസ്റ്റർ ബന്ധപ്പെട്ടു. അദ്ദേഹം വന്നിട്ട് ഏറ്റുവാങ്ങാൻ അങ്ങേരുമായി അച്ഛനുണ്ടായിരുന്നു. അതെ, തൃശ്ശൂർ അവിടെ മന്ത്രി നന്നായി ഇടപെട്ടു. കെട്ടടിച്ച് ഒരു നിയമനം കുരുക്കിപ്പെട്ടാൽ പിന്നെ തുടർച്ചയിൽ വരുന്ന എല്ലാ നിയമനവും ഇത് ക്ലിയർ ചെയ്തിട്ട് പിന്നെ അപ്രൂവൽ കിട്ടും. ഇവര് നാളെ കിട്ടും മറ്റന്നാൾ കിട്ടും പോലെ ശമ്പളമില്ലാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരുടെയും നമ്മൾ എറണാകുളത്ത് നടന്ന കാലത്തിൽ ആ കുരുക്കെല്ലാം അടിച്ച് പൂർണ്ണമായി ഇരിങ്ങാലക്കുട അതിരൂപതയുടെ കീഴിൽ വരുന്ന എല്ലാ അധ്യാപകരുടെയും നിയമനം അപ്രൂവ് ചെയ്ത് കൊടുത്തു. അതാണ് അദ്ദേഹം പരാമർശിച്ചത്. ഇവിടെയും ചെറിയൊരു കുരുക്കുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നമ്മളൊന്ന് പോയതാണ്. പ്രസിഡന്റും ഞാൻ അന്ന് പരിപാടി വന്നപ്പോൾ ആവശ്യപ്പെട്ടു. അപ്പോൾ മന്ത്രി എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അദാലത്തിൽ തീർക്കാൻ പറഞ്ഞു. അല്ലെ, അദാലത്തിലാണ് തീർത്തതാണ്. മന്ത്രി MP രാജേഷ് അദ്ദേഹം പറഞ്ഞു, ഇവിടെ എല്ലാം പ്രസിഡന്റും എല്ലാവരും കൂടി വന്നിരുന്നു, സ്വരൂപവും ഒക്കെ കൂടി വന്നു. അവിടെ മന്ത്രിയെ കണ്ടു. അദാലത്തിൽ ആ പരിഹാരം ചെയ്യാമെന്ന് പറഞ്ഞു. മന്ത്രി MP രാജേഷ് അത് പരിഹരിച്ചുകൊണ്ടാണ് ഇന്ന് എനിക്കിപ്പോൾ നാടൻ മുറിക്കാൻ കഴിഞ്ഞത്. അതിന് അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയുകയാണ്. നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്ത ആളുകൾക്ക് നന്ദി പറയാനുള്ള ഇവിടെ നല്ല രീതിയിൽ 3 വർഷം ഈ വിദ്യാലയം ഈ നാടിൻ്റെ സാമൂഹിക സാംസ്കാരിക
സാമ്പത്തിക എല്ലാ മണ്ഡലങ്ങളിലും സംഭാവന ചെയ്തിട്ടുണ്ട്. എത്രയോ ആളുകൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയവർ ജീവിതത്തിൻ്റെ തലങ്ങളിൽ ശോഭയാർന്ന പ്രവർത്തനം നടത്തി അവർ നാടിനെ തിരിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നു. അതാണ് നേരത്തെ അരച്ചറ്റം പറഞ്ഞില്ലേ, ഇവിടെ വിദ്യാഭ്യാസം, വ്യവസായികൾ, പിന്നെ വിദ്യാഭ്യാസമാണ് പ്രധാനം. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വന്നോളും. ഏറ്റവും വലിയ ധനം വിദ്യാധനമാണ്. നമ്മൾ സ്കൂളിൽ മുതൽ പഠിച്ചു വരുന്നതാണല്ലോ. അപ്പോൾ നന്നായി തന്നെ ഇവിടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല സൗകര്യങ്ങൾ, ഞാൻ നാളെ കുറിച്ച് മുറികളൊക്കെ നോക്കി മനോഹരമായി അത് നിർമ്മിച്ച കോൺട്രാക്ടറും ഒരു പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച നിർമ്മാണ കമ്മിറ്റിയും അഭിനന്ദിച്ചുകൊണ്ട് നേരത്തെ നാടൻ മുറിച്ചു, ഇവിടെ വന്ന് നിലവിളക്ക് കൊളുത്തി ശിലാമൃതവും അനാച്ഛാദനം ചെയ്തു. പുതിയ സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഇത്രയും ആദരണീയനായ ശ്രീ പി രാജീവ് അവർകൾ, സ്കൂളിൻ്റെ മാനേജർ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ റവറൻ ഫാദർ അലക്സ് കാട്ടെഴുത്ത്, വേദിയിൽ സന്നിഹിതയായിട്ടുള്ള വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ ശ്രീമതി കുമാരി കൊച്ചുറാണി ജോസഫ്, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ യേശുദാസ് പറപ്പള്ളി, പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി റാണി മത്തായി, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മറ്റ് മുഴുവൻ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസർമാർ, സ്നേഹം നിറഞ്ഞ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങൾ, നിൽക്കുന്ന കാലഘട്ടം മുതൽ 104 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാർക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന ആശയം പകർന്നു നൽകാനാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ MP ആയിട്ടിരിക്കുന്ന ഈ 7 നിയോജക മണ്ഡലങ്ങളിൽ നങ്കേലിമാലിൽ അച്ഛനും അലക്സ് അച്ഛനുമൊക്കെ ആയിട്ട് ഒരുപാട് പരിപാടികളിൽ എനിക്ക് സ്കൂളുകളുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ സ്കൂളുകളെല്ലാം നമ്മുടെ നാടിൻ്റെ പൗരാണികതയുടെ ഒരു വലിയ ചിഹ്നമായി നിലനിൽക്കുന്ന സ്ഥാപനങ്ങളാണ്. റാൽഫി സാറിൻ്റെ ഈ സ്കൂളിൽ തന്നെയാണ് ഓരോ മാസവും കുട്ടികൾക്കുള്ള ജന്മദിനം ആഘോഷിക്കുന്ന അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒരുമിച്ചുള്ള ഒരു ദിവസം ജന്മദിനമായി ആഘോഷിക്കുന്ന എല്ലാ മാസവും പ്രത്യേകം ദിവസങ്ങളിൽ അത് ആചരിക്കുന്ന ഒരു ചടങ്ങിൽ എനിക്ക് സംബന്ധിക്കാൻ കഴിഞ്ഞു. അന്ന് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. അങ്ങനെ മനോഹരമായ പുതിയ കാലത്തിൻ്റെ വിദ്യാഭ്യാസം പകർന്നു കൊടുക്കാൻ, ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്ത സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ യാഥാർത്ഥ്യമാക്കാൻ ഇവിടെ നങ്കേലിമാലിൽ അച്ഛൻ്റെയും അലക്സ് അച്ഛൻ്റെയും കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആധുനികത കൂടി ചേർത്ത് അത് നടപ്പാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായൊരു കാര്യമാണ്. ഞാൻ ദീർഘമായി ഒരു പ്രസംഗം നടത്തുന്നില്ല. ഇന്ന് അച്ഛൻ ഈ പരിപാടിക്ക് എന്നെ വിളിച്ചപ്പോൾ വരാൻ കഴിയുമോ എന്ന ആശങ്ക ഞാൻ പ്രകടിപ്പിച്ചിരുന്നു. കാരണം ഓണമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്ലബ്ബുകളുടെ പരിപാടികളിലും റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടികളിലുമെല്ലാം സംബന്ധിക്കാനുള്ളത് കൊണ്ട് വൈകി എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഒരു പരിപാടി അതിൻ്റെ ഇടയ്ക്ക് ക്യാൻസലായി. അലക്സ് അച്ഛൻ പറയുന്ന ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കാതിരുന്നിട്ടില്ല, എല്ലാ പരിപാടിയിലും പങ്കെടുക്കാറുണ്ട്. കാരണം അലക്സ് അച്ഛൻ എൻ്റെ പിതാവ് ശ്രീ ജോർജിയുടെനൊപ്പം പഠിച്ച ആളാണ്. സെമിനാരിലാണ് പഠിച്ചത്. കാരണം അദ്ദേഹം സെമിനാരി ഉപേക്ഷിച്ച് പോയ ഒരാളാണ്. അതുകൊണ്ട് ചിലപ്പോൾ സെമിനാരിൽ പഠിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഹൈമാസ് ലൈറ്റ് അടുത്ത് തന്നെ നമുക്ക് ഉദ്ഘാടനത്തിന് പുത്തമ്പള്ളിയുടെ ഫ്രണ്ടിൽ തയ്യാറായി കഴിഞ്ഞു. ഈ ഫണ്ടിൽ നിന്ന് അനുവദിക്കുന്നതാണ്. അതുപോലെ സ്കൂളുകൾക്കും മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളും പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടറിൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതേ പഞ്ചായത്തിൽ തന്നെ, വരാപ്പുഴ പഞ്ചായത്തിൽ തന്നെ മറ്റൊരു സ്കൂള് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലല്ല, വരാപ്പുഴ അതിരൂപതയുടെ കീഴിലാണ് നമ്മുടെ മുട്ടിനകം സ്കൂളിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ CSR ഫണ്ട് ഉപയോഗിച്ച് 65 ലക്ഷം രൂപ ഉപയോഗിച്ച് നമ്മളൊരു കെട്ടിടം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനപ്രതിനിധികളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും എല്ലാവരുടെയും സഹായത്തോടു കൂടി
നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ 100 വർഷം അതിൽ കൂടുതലുമായിട്ട് ഒരു നാടിന് മുഴുവൻ വികാസത്തിന് വഴിവെച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എത്ര രൂപയുടെ മൂല്യമാണ് സമൂഹത്തിന് നൽകുന്നത് എന്ന് ഒരിക്കലും മോണിറ്ററി ടേംസിൽ നമുക്ക് അളക്കാൻ സാധിക്കില്ല. കാരണം 100 തലമുറകൾക്ക്, ബാച്ചുകൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ എത്രയോ ശ്രേണികളിൽ അവരുടെ ജോലി കൊണ്ട്, അവരുടെ സംഭാവനകൾ കൊണ്ട്, അവരുടെ ഇടപെടലുകൾ കൊണ്ട് ഒരുപാട് ശ്രേഷ്ഠമായ പ്രവർത്തികൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥാപനം, അതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് കൂടുതലായി ഞങ്ങൾക്കെല്ലാം സഹായിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഏതായാലും ചരിത്രം ഉറങ്ങുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് വരാൻ കഴിഞ്ഞതിൽ, ഈ സെൻറ് ജോസഫ് സ്കൂളിൻ്റെ ഈ വികസനത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരുപാട് ചടങ്ങുകളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഏറ്റവും വലിയ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ, 85 അധ്യാപകർ ഒരുമിച്ച് റിട്ടയർ ചെയ്ത ഒരു ഫംഗ്ഷനിൽ എനിക്ക് സംബന്ധിക്കാനുള്ള ഭാഗ്യമുണ്ടായി നന്ദിയിലും അനിലച്ചനോടും. അങ്ങനെ ഒരുപാട് തലമുറകൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുത്ത ഈ സ്ഥാപനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട്, എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Next, I invite Mr. Matthew Pudiseri, Finance Committee Convener. Mr. Ebi Umachan Vidayathil, Construction Committee Convener. വളരെ കറക്റ്റാണ്. ചില സമയത്ത് ചിലരുടെ തലയിലൊക്കെ വെളിച്ചം വീശുന്നത് പോയെങ്കിലോ, കാരണം ഈ സ്കൂളിൻ്റെ ഓരോ കല്ലിലും അദ്ദേഹത്തിൻ്റെ കണ്ണും വീർപ്പും. നന്ദിയോടെ അദ്ദേഹത്തെ നോക്കാം. ഒരുപാട് തിരക്കിനിടയ്ക്ക് ശ്രീ ഹൈബീഡിനൂടെ വന്നു, നോഹനുമായിട്ട് നമ്മോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലുള്ള പല പ്രസംഗങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പനുമായിട്ടുള്ള ഒരു അടുപ്പത്തിൻ്റെ പേരിൽ ഒരു മകനോടുള്ള വാത്സല്യം തോന്നാറുണ്ട്. വെറുതെ ഒരു സാധാ രാഷ്ട്രീയക്കാരനപ്പുറം കുറേക്കൂടി ഉയർന്ന ചക്രവാളങ്ങളെ സ്വപ്നം കണ്ടും ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. മുന്നോട്ട് പോകുന്തോറും ആകാശങ്ങൾ വിസ്തൃതമാവട്ടെ, സ്വപ്നങ്ങൾ സഫലമാവട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് എല്ലാവരോടും നന്ദി പറയും. 2015 അന്നത്തെ എച്ചമായിരുന്ന ഫിലോമിന ടീച്ചറുമായുള്ള എല്ലാ ദിവസവുമുള്ള സംഭാഷണത്തിന് ഇടയിൽ രൂപപ്പെട്ട ഒരു ആശയമാണ്. എൻ്റെ ഒരു ലക്ഷ്യം ഇതായിരുന്നു. 2015-16 വർഷത്തിൽ നമ്മുടെ സ്കൂളിലേക്ക് 1ാം ക്ലാസ്സിലേക്ക് 25 കുട്ടികൾ ചേർന്നാൽ പിന്നീടുള്ള അടുത്ത 4 അധ്യയന വർഷക്കാലം കൊണ്ട് 25 വീതം വെച്ച് 100 വർഷമാകുന്ന നമ്മുടെ സ്കൂളിൽ 100 കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളതായിരുന്നു. ഫിലോമിന ടീച്ചറോട് ഈ ആശയം പങ്കുവെച്ചപ്പോൾ ഫിലോമിന ടീച്ചർ അത് വളരെ സന്തോഷപൂർവ്വം ഏറ്റെടുത്തു. നമ്മളിവിടെ ഒരു PTA യോഗം വിളിച്ചു. ആ PTA യോഗം എന്ന് പറയുന്നത് ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാർ, പാരൻസ് എന്നുള്ളതായിരുന്നില്ല. നമ്മുടെ അയൽപക്കവും മുൻ PTA-ക്കാരും എല്ലാവരും കൂടെ ചേർന്ന ഒരു യോഗമായിരുന്നു. നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള KS മുഹമ്മദ് അടക്കം ഉള്ള ആളുകൾ പങ്കെടുത്ത ആ മീറ്റിങ്ങിൽ അന്ന് പക്ഷേ ഉയർന്നു വന്നൊരു നിർദ്ദേശം എന്ന് പറയുന്നത്, അന്നത്തെ പാരൻസ് പറഞ്ഞൊരു അഭിപ്രായം, ഞങ്ങളുടെ കുട്ടികളെയൊക്കെ ചേർക്കുന്നതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞങ്ങളുടെ കൂട്ടുകാരും ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ വരുമ്പോൾ ഈ സ്കൂളിലാണ് ഞങ്ങളുടെ കുട്ടികളെന്ന് പഠിക്കുന്നതെന്ന് പറയാൻ ഞങ്ങൾക്കൊരു നാണക്കേടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയ കെട്ടിടം വേണം. ആ മീറ്റിങ്ങിൻ്റെ തീരുമാനം അതായിരുന്നു. 2015 ആ മീറ്റിങ്ങിൻ്റെ തീരുമാനത്തെ
പെട്ടെന്ന് ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റില്ലായിരുന്നെങ്കിലും, കാരണം അത്ര മനോഹരമായ സ്കൂളാണെന്നാണ് എൻ്റെയൊക്കെ ഒരു വിശ്വാസം. പക്ഷെ ആ തീരുമാനത്തിന്, ആ കമ്മിറ്റിയുടെ തീരുമാനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ അതിൻ്റെ പ്ലാൻ പൂർത്തിയാക്കി. അന്ന് എൻ്റെ സുഹൃത്ത് വിപിൻ വരച്ചു തന്ന വ്യൂ ആണ് ഈ കാണുന്ന കെട്ടിടത്തിന് ഉള്ളത്. അന്ന് വരച്ച വ്യൂ വെച്ച് തന്നെയാണ് ഇന്നും ഈ കെട്ടിടം പണിതിരിക്കുന്നത്. 2015 അന്നെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നെല്ലിശ്ശേരി അച്ഛൻ അതിനെ, അന്നത്തെ വികാരി അച്ഛനായിരുന്ന നെല്ലിശ്ശേരി അച്ഛൻ നല്ല രീതിയിൽ അതിനൊരു സപ്പോർട്ട് നൽകി. നമ്മളതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. നോട്ടീസും ഫ്ലക്സും എല്ലാം അടിച്ചു. പക്ഷേ അതധികം മുന്നോട്ട് പോയില്ല. ചില കാരണങ്ങളാണ്, നമ്മളിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത കാരണങ്ങൾ കൊണ്ട് അത് അങ്ങനെ പോയി. പിന്നീട് മാടശ്ശേരി അച്ഛൻ വന്നു. മാടശ്ശേരി അച്ഛനോട് ഈ ആശയം പറഞ്ഞപ്പോൾ മാടശ്ശേരി അച്ഛൻ വളരെ സപ്പോർട്ടായിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സമയത്ത് കേരളത്തെ മുഴുവൻ കീഴടക്കിയ പ്രളയത്തിൽ മാടശ്ശേരി അച്ഛനെ പ്രഥമ പരിഗണന ഈ നാട്ടിൽ തകർന്നു പോയ വീടുകൾക്കായിരുന്നു. നിങ്ങൾക്കറിയാം, ഇവിടെ പ്രത്യേകിച്ച് പുത്തമ്പള്ളി ഇടവകയിലുള്ള ആളുകൾക്കറിയാം, 31ഓളം വീടുകൾ നിർമ്മിച്ച് നൽകിയ കഥ ഇതെല്ലാം. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലൊന്നും നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാമല്ലോ. പക്ഷെ അച്ഛൻ അപ്പോഴും ഈ ആവശ്യത്തെ തള്ളിക്കളയാൻ തയ്യാറായില്ല. അച്ഛൻ അന്ന് ചെയ്തതാണ്, ഈ സ്കൂളിൻ്റെ കുമ്മായം വെട്ടിക്കളഞ്ഞ് സിമെൻറ്റ് തേച്ചു, ഭിത്തിയെല്ലാം ബലപ്പെടുത്തി തന്നു, അതുപോലെ തന്നെ ഉള്ളിൽ ടൈലിട്ടു. അങ്ങനെ എല്ലാം ചെയ്തു തന്നുകൊണ്ടാണ് പോൾ മാടശ്ശേരി ഇവിടെ നിന്ന് പോയത്. അത് കഴിഞ്ഞ് നമ്മുടെ അലക്സച്ചൻ വന്നപ്പോൾ അലക്സച്ചനെയും ഞാനിത് കാണിച്ചു. നമുക്ക് ഇങ്ങനെ ഒരു കെട്ടിടത്തിൻ്റെ വ്യൂ എൻ്റെ കയ്യിൽ എപ്പോഴും എൻ്റെ ഫോണിലുണ്ട് എന്നുള്ളത്. അത് നീ എൻ്റെ ഫോണിലേക്ക് അയച്ചേക്ക് എന്നൊരൊറ്റ വാക്കാണ് പറഞ്ഞത്. അത് കഴിഞ്ഞാണ് നമ്മുടെ റാൽഫി സാർ ഇവിടെ എത്തുന്നത്. റാൽഫി സാറിനെയും ഇതേപോലെ തന്നെ ഈ കാര്യം കാണിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ റാൽഫി സാർ പറഞ്ഞു, എന്ത് പരിപാടി ഉണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് പുത്തമ്പള്ളി പള്ളിയിലേക്ക് വരണം, അവിടെ കോർപ്പറേറ്റ് മാനേജർ വരുന്നുണ്ട്, അപ്പോൾ കാണണം, അതുകൊണ്ട് എന്ത് പരിപാടി ഉണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് അവിടേക്ക് വരാൻ പറഞ്ഞു. അവിടെ ഞാൻ, നമ്മുടെ പ്രസിഡന്റ് കുച്ചിനാണി ജോസഫ്, ഇവിടുത്തെ PTA പ്രസിഡന്റ് കൂടിയായിരുന്നത് ഇപ്പോഴത്തെ വാർഡ് മെമ്പർ ജിനി ജോർജ്, അലക്സ് അച്ഛൻ, ഞങ്ങൾ കോർപ്പറേറ്റ് മാനേജറെ കണ്ടു. 3/4 മണിക്കൂറാണ് ഞങ്ങൾ നമ്മുടെ കോർപ്പറേറ്റ് മാനേജറിൻ്റെ ചെവി തിന്നത്. അപ്പോൾ നങ്ങേലി മാലച്ചൻ പറയുന്നത്, ഇങ്ങനെ ഇത്ര ചെറിയ എണ്ണം കുറഞ്ഞ ഒരു സ്കൂൾ എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്? പക്ഷേ റാൽഫി സാറിൻ്റെ കോൺഫിഡൻസ് ചെറുതൊന്നായിരുന്നില്ല. ഞങ്ങൾ 2 ആവശ്യമാണ് ഞങ്ങളോട് 2 നിർദ്ദേശങ്ങളാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക്. അത് ഞങ്ങൾ ഇവിടെ 100 കുട്ടികളെ ചേർന്നു. മറ്റൊന്ന് ഒരു ആഭ്യന്തര കാര്യമാണ്, അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. 100 കുട്ടികളെ ചേർക്കുമെന്ന് റാൽഫി സാർ കോൺഫിഡൻസോടുകൂടി പറയുമ്പോൾ ഞങ്ങൾ പരസ്പരം നോക്കുന്നുണ്ടായിരുന്നു. എങ്കിലും റാൽഫി സാറിൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിന്നു. അവസാനം നങ്ങേലി വാങ്ങിയ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ 100 കുട്ടികളെ ചേർത്താൽ നിങ്ങൾ പറഞ്ഞ 2 ആവശ്യവും അംഗീകരിച്ച് തരും. പുതിയ കെട്ടിടം പണിയും 2ാമത്തെ ആവശ്യവും നിർവഹിച്ചു തരും. ഈ മാജിക് എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. നേരത്തെ പ്രസിഡന്റും പറഞ്ഞിരുന്നു, മാജിക് ആയിരുന്നു. 145 കുട്ടികളാണ് ഈ സ്കൂളിലേക്ക് കടന്നു വന്നത്. അതോടുകൂടി കോർപ്പറേറ്റ് നമുക്ക് സ്കൂളിനുള്ള അനുമതി തന്നു. പിന്നെ കാര്യങ്ങൾക്കെല്ലാം വളരെ ഈ ചടപടേ എന്നായിരുന്നു. അതിനിടയിലാണ് ഇവിടെ ഞാനൊക്കെ ഇവിടെ ഈ ഗ്രൗണ്ടിൽ കളിച്ചു വളർന്ന ആൾക്കാരാണ്. ഞങ്ങളുടെയൊക്കെ ചേട്ടന്മാരാണ് നമ്മുടെ ഇബിച്ചേട്ടനും ഇവരൊക്കെ. അപ്പോൾ ഇബിച്ചേട്ടനും ഞങ്ങളൊക്കെ കളിക്കുമ്പോൾ ഞങ്ങളുടെ ചേട്ടന്മാരെന്ന നിലയിൽ ഞങ്ങളുമായിട്ടൊക്കെ അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിലും അത്ര അടുത്ത ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സ്കൂൾ പണി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എബിച്ചേട്ടൻ ഇവിടെ വരുന്നതും എബിച്ചേട്ടനോട് ഇവിടെ മുമ്പ് ഇങ്ങനൊരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നതും. എബിച്ചേട്ടൻ ആ പ്ലാനുമായി രാത്രി ഒരു 11 മണിക്കാണ് ഞാൻ എബിച്ചേട്ടൻ എന്നെ തിരിച്ചു വിളിക്കുന്നത്. രാത്രി വിളിച്ചിട്ട് എന്നെ തിരിച്ചു വിളിക്കുന്നത് ഒരു 11-11:30 ആയിട്ടുണ്ടാവും. ആ പ്ലാൻ എത്രയും പെട്ടെന്ന് എൻ്റെ ഫോണിലേക്ക് അയച്ചതാന്ന് പറഞ്ഞ് അതുമായി പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് മുമ്പ് പോയി അലക്സ് അച്ഛനെ കണ്ട് ആ പ്ലാൻ അംഗീകരിപ്പിച്ച്
ഇവിടെ ഈ പണി തുടങ്ങിയതിന് ശേഷം ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് അറിയാം. 2 വർഷം നീണ്ടെങ്കിലും ഇത്രയും ഭംഗിയായി ഇപ്പോഴും എൻ്റെ ഫോണിൽ കിടക്കുന്ന എൻ്റെ കൂട്ടുകാരൻ വിപിൻ വരച്ച, എൻ്റെ കൂട്ടുകാരൻ സുബ്രഹ്മണ്യൻ പ്ലാനിൻ്റെ എല്ലാ വർക്കുകളും പൂർത്തിയാക്കിയ ആ കെട്ടിടം ഇന്നിങ്ങനെ ഏറ്റവും മനോഹരമായി ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നത് കാണുമ്പോൾ ഈ സ്കൂളിൽ പഠിച്ചതിൻ്റെ, ഈ സ്കൂളിൽ എന്തെങ്കിലും തിരികെ നൽകാൻ സാധിച്ചു എന്നുള്ളൊരു വലിയ അഭിമാനവും സന്തോഷവും ഉള്ളിൽ നിറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇനിയും നീട്ടുന്നില്ല, ഏറെ പറയാനുണ്ട്. ഇതിനെല്ലാം അവസരം തന്ന മാനേജ്മെൻറ്റിനും ഈ സ്കൂളിൻ്റെ എല്ലാവർക്കും ഈ നാടിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്നേഹം നിറഞ്ഞ എൻ്റെ സ്വന്തം ഭവനമായ മണ്ണന്തുരുത്ത് ഗ്രാമത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹോഷ്മളമായ അഭിനന്ദനങ്ങൾ. സ്നേഹത്തിൻ്റെ ഭാഷയിൽ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസിക്കുവാനൊരവസരം തന്നതിനെ ഓർത്ത് ഒത്തിരിയേറെ നന്ദി ഞാൻ നിങ്ങൾക്ക് ഏവർക്കും നൽകുകയാണ്. നന്ദി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഈ ദിവസം തന്നെ മിസ്റ്റർ മാത്യൂസും മിസ്റ്റർ എബിയും ഇവിടെ വരികയും എന്നെ കണ്ട് ക്ഷണക്കത്ത് തന്ന് മറ്റെല്ലാ വിശേഷങ്ങളും അറിയിക്കുകയും ചെയ്തു എന്നതിൽ വലിയ കൃതാർത്ഥതയുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയത്, എല്ലാവരും പിഞ്ചു കുഞ്ഞു തുടങ്ങി എല്ലാ സഹോദരങ്ങളും ജാതി മതഭേദമന്യേ ആ വിദ്യാലയത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, ഒരു പുതിയ വിദ്യാലയം പണിതുയർത്താൻ വേണ്ടി ഒത്തിരിയേറെ കഷ്ടപ്പെട്ടു എന്ന് ഞാൻ അറിയുന്നു. എനിക്കതിലൊത്തിരി സന്തോഷമുണ്ട്. കാരണം ആരും മാറി നിന്നിട്ടില്ല. എല്ലാവരും ഒരു കയ്യിലെ 5 വിരൽ എന്ന പോലെ എല്ലാവരും സഹകരിച്ച് ഇത്ര മനോഹരമായ ഒരു വിദ്യാലയം പണി കഴിപ്പിച്ചു. അങ്ങനെ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മഹത്വം ആ പ്രദേശത്ത് കൂടുതൽ അഭിനന്ദനാർഹമായി തീരുകയാണ്. അതിലെനിക്ക് സന്തോഷമുണ്ട്. ആ നാടിൻ്റെ ദീപമായി ആ വിദ്യാലയം, സെൻറ്റ് ജോസഫ് LP സ്കൂൾ, ആ വിദ്യാലയം നിലനിൽക്കട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുകയാണ്. അരനൂറ്റാണ്ട് മുൻപ് ഒരു നവംബർ 14-ാം തീയതി പിഞ്ചു കുഞ്ഞു ശിശുക്കളുടെ തിരുനാൾ ദിനത്തിലാണ് ഞാൻ അവിടെ ഏറ്റവും ഇളയ സ്റ്റാഫായി ജോലി ഏറ്റെടുത്തത്. അന്നത്തെ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ അച്ചാരുണി ടീച്ചറായിരുന്നു. പിന്നെ മൺമറഞ്ഞു പോയ അഗസ്റ്റിൻ സാറ്, സിസ്റ്റർ ഡെന്നീസ്, സിസ്റ്റർ അമല ജോസ്, അങ്ങനെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ഒത്തിരി കൂട്ടുകാരും സ്നേഹിതരും ഒക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം ശേഷിച്ചത് ഞാനാണ്. അങ്ങനെ ആ സ്കൂളിലെ ഹെഡ് മിസ്സസ്സായി ഇരുന്നു കൊണ്ട് നാട്ടുകാരുടെ അതിരില്ലാത്ത സഹകരണം ആ വിദ്യാലയത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സഹായഹസ്തം ഒത്തിരിയേറെ എനിക്ക് തന്നിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. എനിക്ക് വയ്യായെങ്കിലും ഇവിടെ വന്ന് ഇത്രയും സമയം ചെലവഴിച്ച് ഇതെല്ലാം ചെയ്തതിന് ഇവർക്ക് 2 പേർക്കും, ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് വന്നു, അവർക്ക് 2 പേർക്കും, മിസ്റ്റർ മാത്യൂസിനും മിസ്റ്റർ രവിക്കും, എൻ്റെ സ്റ്റുഡൻ്റാണ് എബി, ഞാൻ വരുമ്പോൾ എബി 2-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അങ്ങനെ മാത്യൂസ് ആണെങ്കിൽ എപ്പോൾ സഹായം പറഞ്ഞാലും കൈ നീട്ടുമായിരുന്നു അന്നൊക്കെ എനിക്ക് തന്ന സ്കൂൾ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഈ പ്രദേശത്തുള്ള ഓരോ കുടുംബത്തിനും ജാതി മതഭേദമന്യേ സ്കൂളിൻ്റെ ചുറ്റുമുള്ള സ്കൂളിൽ ശരിക്കുള്ള ഡെസ്കുകളോ ബെഞ്ചുകളോ അങ്ങനെയുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ലാതിട്ട് നാട്ടുകാർ ഓരോരുത്തരും വന്ന് ഞങ്ങളത് ചെയ്തു തരാം അങ്ങനെ ഏറ്റവും സ്നേഹത്തോടെ സഹകരിച്ച്
പഴയ വിദ്യാലയം അവിടെ നിലനിൽക്കാൻ കാരണമായത് ആ നാട്ടിലുള്ള നല്ല മനസ്സുള്ള സ്നേഹിതരായ അഭ്യുദയകാംക്ഷികളായ സഹോദരങ്ങളാണ് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ വാക്കുകൾ ഇല്ല. പിന്നെ അതുപോലെ തന്നെ സെൻറ് ജോസഫ് സ്കൂളിൻ്റെ മാനേജറായി പ്രവർത്തിക്കുന്ന ഏറ്റവും ഔദാര്യവും സ്നേഹവുമുള്ളൊരച്ഛൻ, അതുപോലെ തന്നെ കോർപ്പറേറ്റ് മാനേജറിൻ്റെ സഹകരണം, നാട്ടുകാരുടെ വീട്ടുകാരുടെ ഇനി പറഞ്ഞാൽ തീരാത്ത വിധത്തിൽ ഒത്തിരിയേറെ സ്നേഹവും സഹകരണവും സാമ്പത്തികമായ സഹായവും നൽകി എന്നുള്ളത് ഒത്തിരിയേറെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു നന്ദിയും സ്നേഹവുമാണ്. ഇനി ആ സ്കൂൾ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ, അതൊരു UP സ്കൂളായി മാറട്ടെ, അങ്ങനെ ഈ നാടിൻ്റെ ഉജ്ജ്വല ദീപമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഓരോരുത്തർക്കും അഭിനന്ദനങ്ങൾ നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ പുതിയ വിദ്യാലയത്തിൽ വിദ്യ അഭ്യസിക്കണമെന്നുള്ള അതിയായ ആഗ്രഹമാണ്. എന്നാൽ ചില നിയമ തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷൻ കിട്ടുന്നതുവരെ നമുക്ക് പുതിയ ബിൽഡിങ്ങിലേക്ക് മാറാൻ സാധിക്കില്ല. എൻ്റെ ഒരു ആഗ്രഹം നാളെ തന്നെ ഈ ഓഫീസിലേക്ക് പോവുക, മാഡത്തെ കണ്ട് സാധിക്കണേ, നാളെ തന്നെ പെർമിഷൻ വാങ്ങിച്ച് നാളെ തന്നെ പുതിയ ബിൽഡിങ്ങിലേക്ക് കയറുവാനുള്ള സാഹചര്യം ഒരുക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാം നടന്നിട്ടുണ്ട്. എല്ലാം വളരെ അടുക്കും ചിട്ടയായിട്ട് നടന്നു. എല്ലാത്തിനും പ്രത്യേകിച്ച് ഇതിൻ്റെ സംഘാടകർക്കും എല്ലാവർക്കും ഈ ചടങ്ങിൽ പങ്കെടുത്ത ഏവർക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സേനാപതി സൂര്യ സൂര്യവന്ന് രാമചന്ദ്രന്റെ സന്നിധി എന്തിനും ഏതിനും രക്തം കൊടുക്കുവാൻ സുഖിന്റെ പാട്ടത്തിന്റെ കടലിലകൻ വെട്ടിത്തലകൾ നീട്ടണം. ചുടുചോര കൊണ്ടു നമ്മൾ ഇനി നടനമാടണം. കടലിലകൻ വെട്ടിത്തലകൾ നീട്ടണം. ചുടുചോര കൊണ്ടു നമ്മൾ ഇനി യുദ്ധത്തിനും 3-ാം ദിനം പന്തി കണ്ടന യുദ്ധത്തിനൊത്ത ദിനം ആരവിടെ സ്വർണ്ണത്തേലൊരുക്ക് എന്റെ കൈലാസനാഥന്റെ വാളെടുത്ത് ലങ്കയ്ക്ക് നാഥനം രാവണ ഗീതം പടപ്പുറപ്പാടുവേണം. വിളിച്ചിറക്കണം, പള്ളി തുടരണം, അഭികുലരിന്നോടണം. നരനായകന്റെ സീത എന്നോടു പേരണം. നീലശൈലം ദൂരെ മാറി നിൽക്കും പത്തു കണ്ടന്റെ നെഞ്ചിൽ ഒളിപ്പരത്തും ശംഖുകടഞ്ഞ കഴുത്തഴകും എന്തും പൊത്തി പാലിക്കും അഴകും രാവണ ഭാവ
വളകളഞ്ഞേ പെണ്ണുമാലതിയേ മണ്ണിക്കീണത്തിൽ വളകളഞ്ഞേ പെണ്ണുമാലതിയേ കളയും കളഞ്ഞേറ്റും പെണ്ണവിടെ നിന്നും പേശുന്നേ പേശാതെ നില്ലടി വന്നേ കനകപ്പൊൻ വളഞ്ഞാൻ തരാം കനകപ്പൊൻ വളകയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ കനകപ്പൊൻ വളകയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ മുത്തും കൊണ്ടോല മോളം വയ്യൻ കൊണ്ടോല അണ്ടിമണ്ടം കൊണ്ടോല വടതേ ചുവന്നു കൊണ്ടോല വെള്ളത്തരാവേറി വന്നു ചെല്ലക്കുതിരയും പട്ടാളും വെള്ളത്തരാവേറി വന്നു ചെല്ലക്കുതിരയും പട്ടാളും രണ്ടാം മണിക്കിണക്കിൽ വളകളഞ്ഞേ പെണ്ണുമാലതിയേ കളയും കളഞ്ഞേറ്റും പെണ്ണവിടെ നിന്നും പേശുന്നേ പേശാതെ നില്ലടി വന്നേ കനകപ്പൊൻ വളഞ്ഞാൻ തരാം കനകപ്പൊൻ വളകയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ കനകപ്പൊൻ വളകയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ മുത്തും കൊണ്ടോല മോളും വയ്യൻ കൊണ്ടോല അണ്ടിമണ്ടം കൊണ്ടോല വടതൈ ചുവന്നു കൊണ്ടോല വെള്ളത്തരാവേറി വന്നു ചെല്ലക്കുതിരയും പട്ടാളും വെള്ളത്തരാവേറി വന്നു ചെല്ലക്കുതിരയും പട്ടാളും എന്നാലുമേ എന്റെ നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങളക്കെന്നെ വേണ്ട പോലോ എന്നാലുമേ എന്റെ നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങളക്കെന്നെ വേണ്ട പോലോ ഒരു തേങ്ങ എന്റെ അരയ്ക്കാൻ തന്നെ ഞാൻ അരമുറി തേങ്ങ അരച്ചിട്ടുള്ളേ ഒരു തേങ്ങ എന്റെ അരയ്ക്കാൻ തന്നെ ഞാൻ അരമുറി തേങ്ങ അരച്ചിട്ടുള്ളേ പത്ത് മുളകന്റെ അരയ്ക്കാൻ തന്ന ഞാനതിൽ 5 മുളകെ അരച്ചിട്ടുള്ളേ 10 മുളകന്റെ അരയ്ക്കാൻ തന്ന ഞാൻ 5 മുളകെ അരച്ചിട്ടുള്ളേ ബാലകടേ കുന്നിൽ കുമാരീരൻ അംഗത്തടം സുന്ദര